ഭീഷണി ഏറ്റില്ല. ഒടുവിൽ ഇസ്രായേൽ പത്തി മടക്കി. ശനിയാഴ്ചക്കകം മുഴുവൻ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കും എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ പ്രസ്താവന ഇറക്കിയത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ പ്രതികരിച്ചതേയില്ല, നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് പറഞ്ഞു. ബന്ദിമോചനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയോടനുബന്ധിച്ചാണ് വിവാദം കൊയ്ത്തത്. അതിന്റെ കാര്യങ്ങൾ അവർ വിശദീകരിച്ചു. തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് ഫലസ്തീനികൾ ദേശത്തേക്ക് മടങ്ങുന്ന സമയത്ത് അവർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ബന്ദിമോചനം നിർത്തിവെച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഇതോടനുബന്ധിച്ചാണ് ക്ഷുബ്ധനായിക്കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം തന്നെ ശനിയാഴ്ചക്കകം മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത്. അതോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അതിർത്തിയിലൊക്കെ സൈനികരെ വിന്യസിപ്പിക്കുകയും താൽക്കാലികമായിട്ട് മാറി നിന്ന സൈനികരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു യുദ്ധ സംഘർഷ കാലാവസ്ഥകൾ അവിടെ സംജാതമായി. എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിന്റെ അകത്ത് പൊട്ടിപ്പുറപ്പെട്ടു. അവര് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി യുദ്ധത്തിലേക്ക് കയറുകയാണെങ്കിൽ ശേഷിക്കുന്ന ബന്ദികൾ കൂടി കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും തങ്ങളുടെ ബന്ധുക്കളെ തങ്ങൾക്ക് വിട്ടുതരുന്നതുവരെ തങ്ങൾ നിരാഹാരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. ഇനിയൊരു ഇസ്രായേലിന് ഫലസ്തീന് നേരെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള എല്ലാ പിന്തുണയും പിൻവലിക്കുമെന്ന് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി പ്രതിസന്ധിയിലായി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ മൊത്തത്തിൽ അറബ് രാജ്യങ്ങൾ എടുത്തിട്ട് അടിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ധിക്കരിക്കുന്നതോ അവരുടെ നിലപാടിനെ വിമർശിക്കുന്നതോ അറേബ്യൻ മേഖലയിൽ നിന്നും കേൾക്കാത്ത ഒരു ശബ്ദമാണ്. ഇപ്പോൾ അങ്ങനല്ല. ട്രംപ് എന്ത് പറയുന്നോ അതിന് നേരെ എതിർ ശബ്ദം പല മേഖലകളും ഉയർന്നു പൊന്തി. അതോടനുബന്ധിച്ചാണ് ഗസയിൽ നിന്ന് പിന്മാറണം, എല്ലാവരും മാറിപ്പോകണം, അവിടെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള പ്രസ്താവന വന്നതോടുകൂടി ഗസക്കാർ അവിടെ തന്നെ ജീവിക്കും, അവരെ മാറ്റാൻ വേണ്ടി ഒരാൾക്കും സാധിക്കുകയില്ല, അനുവദിക്കുകയില്ല എന്ന് സഖ്യകക്ഷിയായിരിക്കുന്ന ജോർദാനും ഈജിപ്തും കൂടി പറഞ്ഞതോടുകൂടി പ്രതിസന്ധിയിലായി. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ സംയുക്തമായിട്ട് രീതിയിൽ തന്നെ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അത് നടക്കാത്ത സ്വപ്നമാണ്. ഗസ അവിടെ തന്നെ ഉണ്ടാവും, ഗസക്കാരും അവിടെ ഉണ്ടാവും. അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ ഇസ്രായേലിനോ കഴിയുകയില്ല, അതിന് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി ട്രംപിന്റെ വാക്കും പായ്വായി മാറുകയും ചെയ്തു. ഇപ്പൊ പിന്നെ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും പ്രതിസന്ധി വിഷയമായി വന്ന സമയത്ത് ഇസ്രായേൽ അയഞ്ഞു വീണു. ഇസ്രായേലിന്റെ നിലപാടിനൊക്കെ മാറ്റങ്ങൾ വരുത്തി, കർക്കശമായിരിക്കുന്ന നിലപാടൊക്കെ ഒഴിവാക്കി 800ഓളം ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുമതി നൽകി. സാധാരണഗതിയിൽ 200ഓളം ട്രക്കുകളാണ് നൽകിയത്. തടഞ്ഞു വെച്ചതും അല്ലാത്തതുമായ രീതിയിൽ 800ഓളം ട്രക്കുകൾ ഈ ഗസയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകിയതോടുകൂടി ഫലസ്തീൻ എന്താണോ മുന്നോട്ട് വെച്ചത് അത് ഇസ്രായേൽ അപ്പടി തന്നെ ശരിവെച്ചു. അതോടൊപ്പം തന്നെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കരാർ അടിസ്ഥാനത്തിൽ ഇനി ഉണ്ടാവില്ലെന്ന് മധ്യസ്ഥർ മുഖാന്തരം ഇസ്രായേലിന്റെ പ്രതിനിധി ഖത്തറിൽ വെച്ച് പറയുകയും ചെയ്തു. നിലവിലെ ശാന്തമായിരിക്കുന്ന സാഹചര്യം ഗസയിൽ തുടരുമെന്നും കരാർ വ്യവസ്ഥ പ്രകാരം അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇസ്രായേൽ തന്നെ മധ്യസ്ഥരോട് സമ്മതിച്ചതോടുകൂടി പ്രതിസന്ധി ആകെ കൂടി മാറി. അപ്പൊ തന്നെ ഫലസ്തീനിൽ പ്രസ്താവനകൾ വന്നു. കരാർ പ്രകാരമുള്ള 3 ബന്ദികളെ ശനിയാഴ്ച മോചിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് മുഴുവൻ ബന്ദികളെയും ഒരേ സമയത്ത് ശനിയാഴ്ച ഉച്ചക്ക് 12 മണിയോടുകൂടി മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസ നരകമാക്കുമെന്നാണ് പറഞ്ഞത്. അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അത് ആവർത്തിച്ച് തന്നെ പറഞ്ഞു. അവിടെ യുദ്ധപ്രഖ്യാപനം ഉണ്ടാവും, യുദ്ധത്തിന്റെ കരാർ വ്യവസ്ഥകളെല്ലാം അവസാനിക്കും, ശനിയാഴ്ചയോടുകൂടി യുദ്ധം ഉണ്ടാവും. 2 രാഷ്ട്ര നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇപ്പൊ സങ്കടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത്ര പെട്ടെന്നും അത്ര ലളിതമായ രീതിയിലും ഗസയെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവസ്ഥകൾ. അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി നീങ്ങുന്നു. അത് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുക, അയവ് വരുത്തുക അല്ലാതെ മറ്റൊരു പോവയില്ല. അതല്ലെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ ഇസ്രായേലിന്റെ അകത്തുണ്ടാവും. അത് ഭരണം താഴെ വീഴാൻ പോലും പര്യാപ്തമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി എല്ലാ നിലപാടിൽ നിന്നും അയവ് വരുത്തി, നിലപാടിൽ മാറ്റങ്ങൾ വരുത്തി, ലളിതവൽക്കരിച്ചു. അങ്ങനെ 3 ബന്ദികളെ മോചിപ്പിക്കാനുള്ള തീരുമാനവും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ തടവിലുള്ള ഫലസ്തീനുകളെ മോചിപ്പിക്കാനുള്ള ലിസ്റ്റും ഫലസ്തീൻ മധ്യസ്ഥർ മുഖാന്തരം ഇസ്രായേലിന് കൈമാറി. അത് ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്തു.
അങ്ങനെ മുഴുവൻ ബന്ദികളെയും ഒരേ സമയത്ത് മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനം നടത്തും എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും വാക്കുകൾക്കൊന്നും ഒരു അടിസ്ഥാനം ഒരു വിലയുമില്ലെന്ന് പലസ്തീൻ വീണ്ടും തെളിയിച്ചു. അവരുടെ ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. കാര്യമെന്ന് പറഞ്ഞാൽ പലസ്തീൻ വീണ്ടും വിജയിച്ചിരിക്കുന്നു, വീണ്ടും ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. തോൽവി ഏതായാലും അവർക്കുണ്ടായിട്ടുണ്ട്, വീണ്ടും വീണ്ടും തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് എന്ന് അറേബ്യൻ മീഡിയകളൊക്കെ, യൂറോപ്യൻ മീഡിയകളും അറേബ്യൻ മീഡിയകളൊക്കെ തുല്യ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാം ഘട്ടത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെയാണ് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അതിന് ബദലായിരിക്കുന്ന മറ്റൊരു രീതി പറയുന്നുണ്ട്. യമനും അതോടൊപ്പം തന്നെ ലെബനാനും തിരിച്ച് ആക്രമിക്കാനുള്ള പദ്ധതികളൊക്കെ രൂപീകരിച്ചിരിക്കുന്നു, അതിന്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടിന്റെ അകത്ത് കാണുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 10-15 ദിവസത്തോളമായി ശാന്തമായിരിക്കുകയാണ് ഗസ. ശാന്തമായിരിക്കുന്ന സമയത്ത് അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിരിക്കുന്നു. ഈജിപ്തിന്റെയും ഗസയുടെയും അതിർത്തിയിൽ നിന്ന്, റഫ അതിർത്തിയിൽ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടുകൂടി സ്വതന്ത്രമായ രീതിയിൽ ഫലസ്തീനുകൾക്ക് ഈജിപ്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ പല രീതിയിലുള്ള ആയുധ കൈമാറ്റങ്ങളും ഒരുപക്ഷെ ഹമാസിന് വേണ്ടിയിട്ട് നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ടും ആയുധ സൂക്ഷിക്കപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല. പല രീതിയിലുള്ള പരിശോധനയും അന്വേഷണവും നടത്തിയിരുന്നു. പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംഘത്തെ തന്നെ ഗസയിൽ ഇസ്രായേൽ സൈന്യം നിയമിച്ചിരുന്നു. അത് ഈ ആയുധ സംബന്ധമായിരിക്കുന്ന കൈമാറ്റവും സൂക്ഷിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ കാര്യങ്ങൾ ചോർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. വലിയ രീതിയിലൊക്കെ അവിടെ രഹസ്യ കേന്ദ്ര മേഖലയൊക്കെ ഇതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മൊസാദ് അടക്കം. ഒന്നും നടന്നിട്ടില്ല, ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം യുദ്ധം തുടങ്ങിയതിന് ശേഷം പല ഘട്ടങ്ങളിലും ഏകദേശം 60-ലധികം രാജ്യങ്ങളോട് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആയുധം നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അത് ഔദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ടൊന്നല്ല, അനൌദ്യോഗികപരമായ രീതിയിൽ പറഞ്ഞതാണ്. എന്നാൽ ഇതുവരെ പലസ്തീൻ ഏതെങ്കിലും രാജ്യങ്ങളോട് ആയുധം അന്വേഷിച്ച ഒരു വിവരം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളുടെ കൂമ്പാരമുണ്ട്, എവിടേക്കോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. കണ്ടെത്താൻ സാധിക്കാത്ത വിധം ശാസ്ത്രീയപരമായിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഒരുപക്ഷെ പലസ്തീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വിലയിരുത്തുന്നത്. നിലവിൽ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ആകാംക്ഷയോടുകൂടി നോക്കി നിന്നായിരുന്നു, അല്ലെ കേട്ടു നിന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളത്. അപ്പോൾ തന്നെ പല രാജ്യങ്ങളും പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിട്ടുണ്ട്, അമേരിക്കയുടെ സൈന്യം ഗസയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു സംഭവമാണ്. അവർക്ക് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രയാസപരമായിരിക്കുന്ന സംഭവമാണ്. എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ പ്രസ്താവന ഇറക്കിയോടനുബന്ധിച്ച് തന്നെ സൈനികർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല. അത് ആ ഒരു പ്രഖ്യാപനം നടത്തിയത് ഉചിതമായിരിക്കുന്ന രീതിയല്ല എന്നുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ സൈനികർക്കിടയിൽ ഉണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെ ആകെ കൂടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി, പറഞ്ഞ വാക്കുകളൊന്നും എവിടെയും എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസം അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായി. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ മൗനത്തിലാണ്. അവസാന പ്രഖ്യാപനങ്ങളും അവസാനമായിരിക്കുന്ന നിലപാടുകളും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ നാണക്കേട് രണ്ട് രാജ്യങ്ങൾക്കുണ്ട്. ഇപ്പൊ പറയുന്ന കാര്യം 3 ബന്ദികളെ കരാർ പ്രകാരം മുൻപ് തീരുമാനിച്ച കരാർ പ്രകാരം മോചിപ്പിക്കും. തൊട്ടടുത്ത് അതിനുശേഷം പിന്നീട് രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കും. ആ ചർച്ചയോടനുബന്ധിച്ചിട്ടാണ് തുടർന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. 30 ചില്ലാനും ഈ ബന്ദികൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മൃതദേഹം കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ചർച്ച വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച വരുന്ന സമയത്ത് അവിടെ ഫലസ്തീന്റെ നേതാവ് മരണപ്പെട്ട ആളുടെ മൃതദേഹം ഉള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കയ്യിലാണ്. അപ്പോൾ അയാളുടെ മൃതദേഹവുമായി കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനുള്ള സാധ്യതകൾ പറയുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ഫലസ്തീനികൾ മരണപ്പെട്ടു പോയവര് ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മൃതദേഹവുമായിട്ടുള്ള കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇനി രണ്ടാം ഘട്ടത്തിൽ ചർച്ച വരാനുള്ള സാധ്യതകൾ പറയുന്നു. മാത്രവുമല്ല അതിനോടനുബന്ധിച്ച് തന്നെ ഒരു മൃതദേഹത്തിന് എത്ര മൃതദേഹം എന്ന രീതിയിലേക്കൊക്കെ ഒരുവരെ ചർച്ച പോകാനുള്ള സാധ്യതയുണ്ട്. 30 ചില്ലാനും ആളുകൾ ഇപ്പോൾ മൃതദേഹമായിട്ടും ആ 30 ചില്ലാനും ആളുകൾ ഇപ്പോൾ ജീവനോടെയും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനൊന്നും കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആരാണ് ജീവിച്ചിരിക്കുന്നത്, ആരാണ് മരിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരം തരണമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടും ഇതുവരെ പലസ്തീൻ നൽകിയിട്ടില്ല എന്നൊരു പരാതി മധ്യസ്ഥർ മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഏറ്റവും ചുരുക്കി പറയുന്ന സമയത്ത് അമേരിക്കയുടെയും
ഇസ്രായേലിന്റെയും ഒരു തന്ത്രവും വിജയിച്ചിട്ടില്ല, ഒരു ഭയപ്പെടുത്തലും വിജയിച്ചിട്ടില്ല. പൂർണ്ണമായ രീതിയിൽ രണ്ടാം ഘട്ടം അവർ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.